ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണേ. എൻ്റെ സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ യു ആർ ഫെമിലിയർ വിത്ത് ദ ടേം കമ്പൈലർ, റൈറ്റ്? അതായത് whenever you wanted to solve some particular problem, okay, what you will do, you will write, being a software engineer, being a programmer, what you will do is like you will write a program for solving that particular problem, right? So you will write the program. In which language you will write? Whether you will be able to write the program in an English language? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് അതിനെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്താൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും? ഇല്ല അല്ലേ? ദാറ്റ് മീൻസ് you will write the program in any of the programming language. I'll write PL, that means programming language. Then what you will do, or what the അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം നിങ്ങളൊരു present ചെയ്യുന്നത്, that you will write in any of the programming language that will be more close to any of the ലാംഗ്വേജ്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ എഴുതുകയാണ്, നിങ്ങൾക്ക് ഹായ് എന്ന് പ്രിന്റ് ചെയ്ത് വരണം. വാട്ട് യു വിൽ ഡു, ഇഫ് ഇറ്റ് ഇസ് ഇൻ സി ലാംഗ്വേജ് യു വിൽ റൈറ്റ് printf, in double quotes you will write hi, or you will write system.out.println hi എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യും, റൈറ്റ്? That means this all are some systematic codes and you will write whatever you wanted to print. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം കിട്ടി, അതിന് കറസ്പോണ്ടിങ് പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് യു വിൽ ഫൈൻഡ് ദ ഔട്ട്പുട്ട്. If you find no errors, you will run the program and you will get the output. So in this flow you can see, first a problem will be there. For that particular problem you will write the program. You will write the program in any of the programming language, that may be either C, C++, Java or anything, or PHP, like that. In any of the language or in scripting language you will write the program, and what you will do, you will do the compilation, right? You are doing the compilation for finding the errors in the program, right? So that compiling phase we are discussing as a paper. അപ്പോൾ നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ ഈ കമ്പൈലർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കമ്പൈലർ ഡിസൈൻ ചെയ്യുക, ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ്, വാട്ട് ആർ ദ മെയിൻ പർപ്പസ് ഓഫ് കമ്പൈലർ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why we are using compiler? Why compiler? Why compiler? കമ്പൈലർ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ? ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ കമ്പൈലർ? പറയടാ. Is that a hardware or a software? The compiler is
Software, yes, exactly. So we can tell a compiler is a special program. I'll write compiler is a special program that processes the statement written in any of the programming language and turn them into machine language. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിനാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സ്റ്റെപ്സ് എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾ കമ്പൈലർ ഡിസൈനിന് നിങ്ങളൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യാൻ തന്നെ വേണം. ഒന്നാമത്തെ നിങ്ങൾക്ക് മീൻസ് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ കമ്പൈലർ ഡിസൈൻ ഒരു ബേസിക് ആക്ടിവിറ്റീൻ്റെ ഒരു ഡയഗ്രാം വരച്ച് കാണിക്കാം നിങ്ങൾക്ക്. So write down compiler design and draw this diagram first. ഓക്കെ, ഈ ഡയഗ്രാം വരച്ചോ എല്ലാവരും? അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് whenever you are writing a C program you will write in any of the high level language. നമ്മൾ C++, ജാവ ഇതിനൊക്കെ പറയുന്ന പേരെന്താ? ലോ ലെവൽ ലാംഗ്വേജ് ഓർ ഹൈ ലെവൽ ലാംഗ്വേജ്? ഹൈ ലെവൽ ലാംഗ്വേജ് ഞാൻ HLL എന്ന് പറയുന്നു, ലോ ലെവൽ ലാംഗ്വേജ് ഞാൻ LL എന്ന് പറയുന്നു. എന്ത് ടൈപ്പ് ലാംഗ്വേജാ ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങൾ പഠിക്കുന്ന ലാംഗ്വേജസ് ഒക്കെ എന്ത് ടൈപ്പ് ലാംഗ്വേജസാ? ഹൈ ലെവൽ ലാംഗ്വേജ് ആണോ ലോ ലെവൽ ലാംഗ്വേജ് ആണോ? റിപ്ലൈ മീ പ്ലീസ്. ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലേ? എന്താ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാലോ? Means normally we will use English or Hindi or Malayalam as a communication language, right? So all these are containing some concepts and we will represent the information in some particular format. അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ട സാധനങ്ങൾ നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് റെപ്രസെന്റ് ചെയ്യുന്ന ടൈപ്പ് ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ. ഇപ്പോൾ C ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് മോർ close to any of our language, like maybe English or Hindi, like that, right? So that means these high level languages are more related to our language, and whatever program we are writing we will write in a high level language. So one example we will see. For example, whenever you are writing a C program, which one is the first line? എന്താ ഒരു C program എഴുതണം, അതിന്റെ ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും? ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും? അത് പറയാണ്ടിരിക്കല്ലേ. എങ്ങനെയാ നിങ്ങൾ C പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ലൈൻ ഉണ്ടാവുക? ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നായിരിക്കും അല്ലേ? ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നല്ലേ നിങ്ങൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്?
hash include std.h എന്ന് വെച്ചാൽ so when whichever program you are writing you will write like this hash define something hash include അല്ലെങ്കിൽ hash define ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ കോഡ് വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജസും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരായിരിക്കും ഹൈ ലെവൽ ലാംഗ്വേജ്. എന്തുകൊണ്ട് ഇതിനെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിക്കാൻ കാരണം because you are including this. What is the meaning of this line? You are including standard input and output file into your program. You are including this particular file into your program. That is why we are calling it as high level programming language. So അപ്പോൾ നിങ്ങളിപ്പോൾ സി പ്രോഗ്രാമിൽ ഹാഷ് include.h മെയിൻ നിങ്ങൾ ഇങ്ങനെയല്ലേ പ്രോഗ്രാം എഴുതുക മെയിൻ then whichever variable that you want to declare you will declare in int or float something like that, and if you are calling some particular function you will call that, and if you want to do some particular operations like you are adding something you will declare like this, right? So this is the overall structure of the program, right? So here you can see the first line is hash include stdio.h. Whenever you are writing this particular code, an operation we will call it as file inclusion. File inclusion will happen. എന്താ ഈ ഫയൽ ഇൻക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി ഫസ്റ്റ് ലൈൻ എഴുതുന്ന ഹാഷ് ഇൻക്ലൂഡ് stdio.h നിങ്ങളെ പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഫയല് നിങ്ങളുടെ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക ശരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ഈ പെർട്ടിക്കുലർ ലൈബ്രറി ഫയൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ ആ പെർട്ടിക്കുലർ ഫയൽസിനൊക്കെ വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് കോപ്പി ചെയ്യുക. ഇനി പ്രീ പ്രോസസർ എന്താ ചെയ്യുക? അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആയി പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്നാണ് ഇതിന്റെ പേര് അല്ലെ. ഈ stdio.hന്റെ പേരെന്താ? Or we will call this stdio.h technically we will call it as pre-processor directives. That means നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് you have to give the direction for that processors how it has to be handled. For example, if you are writing printf, scanf, ഇപ്പോൾ ഇതൊക്കെ ഒരു ടെക്നിക്കൽ സിൻടാക്സ് ഉള്ള ഒരു ടേംസ് ആണ് അല്ലെ. നിങ്ങൾ പ്രിന്റ്എഫ് എഴുതി കഴിഞ്ഞാൽ ഈ പ്രിന്റ്എഫിന് ഒരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ സ്കാൻഎഫ് എഴുതി കഴിഞ്ഞാൽ സ്കാൻഎഫിന് ഒരു മീനിങ് ഉണ്ട്. ഇതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇറ്റ് ഇസ് ഡിഫൈൻ ഇൻ ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽ ലൈബ്രറി. ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് printf, what is the meaning of what action has to be happen or what action has to be done in case of printf, in case of scanf എന്നൊക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് പകരം ഇവിടെ ഇതിന്റെ പെർട്ടിക്കുലർ ലൈബ്രറീസ് മുഴുവൻ ഈ പ്രോഗ്രാമിലേക്ക് കോപ്പി ചെയ്യുക. ആ പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ നമ്മൾ പറയുന്ന പേരാണ് പ്യുവർ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന്. ഏതാണ് പ്യുവർ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ കോപ്പിയിങ് ദ after doing the file inclusion your source program we will call it as pure high level language. നിങ്ങൾ ഹാഷ് ഡയറക്റ്റീവ്സ് ഉള്ള പ്രോഗ്രാം ആണെങ്കിലോ നോർമൽ ഹൈ ലെവൽ ലാംഗ്വേജ്. ആഫ്റ്റർ ഇൻക്ലൂഡിംഗ് ദ പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സ് after doing the file exclusion we will call it as pure high level language. Then what will happen? This pure high level language is given to a compiler. What a compiler will do? A compiler is converting that particular high level language program to an assembly level language. Assembly language. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. എന്നിട്ടോ assembler will convert it into a machine code, and inside a machine code you have to do some loader and linking activity, and it is converted to an executable code .exe file അതിനെ കൺവേർട്ട് ചെയ്യും അല്ലേ. ലേടാ ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ എല്ലാവർക്കും? ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് മനസ്സിലായോ? ഗുഡ് മോർണിംഗ് റിസ്വിൻ. ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് എല്ലാവർക്കും മനസ്സിലായോ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ബേസിക് കൺസെപ്റ്റ്സ് ആണ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ എഴുതിയത്? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത് നോക്കിയേ.
നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് കമ്പൈലർ ഡിസൈൻ ആണ്. സോ ഇൻസൈഡ് എ കമ്പൈലർ, what all activities are happening inside a compiler that we are going to study in our the subject. അപ്പോ ഇതിന്റെ കേസിൽ നമ്മളിങ്ങനെയാണ് തുടങ്ങിയത്. In order to solve a program, you will write the program. It will be in a high level language. System can't understand a high level language, so it has to be converted into machine level language. Right? And നിങ്ങൾ ചോദിക്കാം, what is the need of compiler? Why can't we write an assembly language as such, or why can't we write a low level language instead of writing in a high level language? മെഷീന് മനസ്സിലാവണ്ടേ നമ്മളെ ലാംഗ്വേജ്? എക്സാക്ട്ലി. സോ മെഷീന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നു കമ്പൈലർ. ഞാൻ ചോദിക്കുന്നത്, why can't we write a low level language as such? Is there any problem in that? Actually അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലം we can write in earlier cases and all during the evolution of programming language era, before people were writing the assembly languages instead of writing high level language, but it will be difficult because it will contain more zeros and ones, so it is not an easy task. It will be a tedious task for us to write. So in order to make it easier, what we did is like we have started writing the program in high level language, and a compiler will convert it into a low level language, right? And other activities will be done by assembler and some loader and linker. My next question is, tell me some examples of compilers. Examples പറഞ്ഞേ കമ്പൈലേഴ്സിന്. അറിയില്ലേ? നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പൈലർ പറയടാ. ഒരു കമ്പൈലറും ഫെമിലിയർ അല്ലേ? GCC compiler. GCC, okay. GCC, പിന്നെ ടർബോ ഉണ്ട്, ടർബോ സി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൽ ഫെമിലിയർ ആയിട്ടുള്ള കമ്പൈലർ ആയിരിക്കും GCC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പം ആക്ച്വലി കമ്പൈലർ എന്ന് പറയുന്നത് നോർമൽ കമ്പൈലേഴ്സ് ആണെങ്കിൽ ഈ കമ്പൈലിംഗ് ഫേസസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ GCC എന്ന് പറയുന്ന ടൂള് ആക്ച്വലി we don't need to do the preprocessor activity separately or assembler separate ആയിട്ട് ചെയ്യണ്ട. GCC is a tool will convert this all thing. Genome C compiler. ഓക്കെ. പക്ഷെ നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്നത് ഈ കമ്പൈലർ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനുള്ളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കും എന്നുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രീ പ്രോസസ്സിങ്ങും അതിനുശേഷമുള്ള അസംബ്ലി ആക്ടിവിറ്റീസും ലോഡർ ലിങ്കിങ് ആക്ടിവിറ്റീസും നമ്മൾ മീൻസ് കൺസിഡർ ചെയ്യുന്നേയില്ല. ഇൻസൈഡ് ദിസ് കമ്പൈലേഷൻ പ്രോസസ് what and all things will happen, how we can design a good compiler, what are the steps in good compilation, and what are the steps in designing a compiler, ഇതൊക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്നത്. ഓക്കെ ആണോ? ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ഡിഫറൻസ് ആണ്, വാട്ട് എ എന്താ പറയുക ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ. അറിയില്ല. നിങ്ങൾ ഫസ്റ്റ് സെം തൊട്ട് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡിഫറൻസ് ആണ് ലൈൻ ബൈ ലൈൻ കൺവേർട്ട് ചെയ്യും. സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈലറും ഇന്റർപ്രറ്ററും യൂസ് ചെയ്യുന്നത്. So both compilers and interpreters are used to convert a program written in a high level language into machine code that will be understood by the computers only. Then what is the difference here? Interpreter aanengil translate the program one statement at a time, right? Any compiler aanengilo scans the entire program and translate it as a whole machine code.
റൈറ്റ്? ഇനി ഇന്റർപ്രറ്ററിന്റെ കേസിൽ ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാവുക, ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യില്ല. കമ്പൈലറിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, കമ്പൈൽ ചെയ്ത് ram.obj ഫയൽ ജനറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? സാധാരണ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് നിങ്ങൾ ആ ഫോൾഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ .obj ഫയൽ കണ്ടിട്ടില്ലേ? That means compiler will generate an intermediate object code which will help us for further linking process. Right? നമുക്ക് അതിനുശേഷം ലോഡിംഗ് ആൻഡ് ലിങ്കിങ് പ്രോസസ് ഇല്ലേ? അപ്പോൾ ഫർദർ ലിങ്കിങ് പ്രോസസ്സിന് യു ക്യാൻ യൂസ് ദിസ് .obj ഫയൽ. ഇനി ഇന്റർപ്രറ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇന്റർപ്രറ്റിംഗ് മാത്രം നടക്കുന്ന ലാംഗ്വേജും കമ്പൈലേഷൻ നടക്കുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ജാവാസ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, റൂബി, ഇതിലൊക്കെ .obj ഫയൽ ജനറേറ്റ് ഇല്ല. പകരം they are interpreting that particular source code, but in languages like C, C++, Java and it will use normally compilers. Right? അപ്പോൾ വർക്കിംഗ് പറയുവാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കമ്പൈലറിനും ഇന്റർപ്രറ്ററിനും വർക്കിംഗ് പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു ഡിഫറൻസ് ആണ് ഇത്. ഇത് നോർമൽ സോഴ്സ് കോഡ്, അതായത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം, ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം, സോഴ്സ് കോഡ്. We will do the pre-processing and an object code will be generated here. After that we will do the processing and it will be converted to a machine code. This is the case of compiler. Now what about the case of interpreter? Normally you will write the source code, that source code ഉണ്ടാവും, and you will do the pre-processing here also. After doing the pre-processing, it will just converted to an intermediate code. അവിടെ ഒരു ഒബ്ജക്റ്റ് കോഡ് ജനറേഷൻ നമുക്ക് ഫർദർ യൂസിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നില്ല. For that it is generating an intermediate code and it is converting to, after processing it is converted to. This is what is happening in the case of compiler and interpreter. ഈ പറഞ്ഞത് ഓക്കെയാണോ? ഈ രണ്ട് ഡിഫറൻസും just note this. Here we will generate a .obj file, or we will call it as an object code. Here we are generating this intermediate code before translating it into a machine code. That is the difference. Okay ആണോ? Okay ആണോ? Okay. ശരി. അപ്പോൾ ഇത് ബേസിക്സ് മാത്രമാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കമ്പൈലറിന്റെ ബേസിക്സ് മാത്രം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ നിങ്ങൾക്ക് കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്ന പേപ്പർ, ഇതാണ് മൊഡ്യൂൾ 1 കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലർ, അനാലിസിസ് ഓഫ് സോഴ്സ് പ്രോഗ്രാം, ഫേസസ് ഓഫ് കമ്പൈലർ, ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ്, ദെൻ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ്, ബൂട്ട് സ്ട്രാപ്പിംഗ്, ദെൻ അതിനുശേഷം പഠിക്കാനുള്ളത് ലെക്സിക്കൽ അനാലിസിസ്. അതായത് നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ്, ഇതിൽ കാണുന്ന ഇത്രയും പോർഷൻസ് കാണുന്നില്ലേ, ഈ ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലേഴ്സ്, ഇത് ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക് കമ്പൈലിംഗ്. അതിനുശേഷം വി വിൽ സ്റ്റഡി ദ ഫേസസ് ഓഫ് കമ്പൈലർ, ഈച്ച് വൺ ഇൻ ഡീറ്റെയിൽ. ഈ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസ്, അങ്ങനെ ഓരോ ഫേസും ഇൻ ഡീറ്റെയിൽ ആണ് നിങ്ങളുടെ ബാക്കിയുള്ള മൊഡ്യൂൾസ് എന്നാണ്. ഫസ്റ്റ് മൊഡ്യൂൾ അപ്പോൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക് ഇൻട്രൊഡക്ഷൻ, then how we can analyze the source program, which are the phases of compiler. ഇനിയുള്ള ഓരോ മൊഡ്യൂളിലും കമ്പൈലർ ഡിസൈൻ്റെ ഓരോ ഫേസസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഫേസ് നിങ്ങൾ ലെക്സിക്കൽ പഠിക്കും. അതിനുശേഷമുള്ള ഓരോ ഫേസസ് ഏതൊക്കെയാണോ ഫേസസ് അല്ല, ആ ഓരോ ഫേസസ് ആണ് പിന്നെയുള്ള ഓരോ മൊഡ്യൂളിലും പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ശരി, ഞാൻ നിങ്ങളെ സിലബസ് ഒന്ന് ജസ്റ്റ് കാണിക്കാം. എന്താ പ്രണവേ?
ഹലോ പ്രണവ്, എന്താണ് റേസ് ചെയ്ത ഹാൻഡ്? ഡൗട്ട് ഉണ്ടോ? പ്രണവ് സി. ഇല്ല ഞാനല്ല. പറഞ്ഞോ. ഇല്ല, ഡൗട്ടൊന്നുമില്ല, ഞാനല്ല റേസ് ചെയ്തത്. നിന്റെ വോയിസ് ഓഡിബിൾ അല്ലല്ലോടാ. ഹലോ, ചാറ്റിലിടാവോ? ഹലോ, ഡൗട്ടൊന്നുമില്ല. എന്താ? അല്ല, ഞാനല്ല റേസ് ചെയ്തതെന്ന്. അറിയാണ്ട് റേസ് ചെയ്തത്. ഓക്കെ. I thought you are going to ask some doubt. Okay, no problems. ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് സിലബസ് കാണിച്ചു തരാം. എന്നിട്ട് എന്തൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ് വെച്ച് നമുക്ക് ഓരോ ഫേസസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കേട്ടോ, കണ്ടില്ലേ? സിലബസ് കാണുന്നില്ലേടാ ഇപ്പം? ഹലോ, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പൈലറിന്റെ ഇതിന്റെ ഈ കോഴ്സിന്റെ മെയിൻ ഔട്ട്കംസ് എന്ന് പറയുന്നത് യു മേ ബി ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് ഫേസസ് ഓഫ് കമ്പൈലേഷൻ ആൻഡ് ഹൗ യു ക്യാൻ റെപ്രസെന്റ് എ ലാംഗ്വേജ് ആൻഡ് കമ്പയറിങ്. ഇതിൽ പാസേഴ്സ് ഉണ്ട്, പിന്നെ കോഡ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫേസസ് ഉണ്ട്. അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഈച്ച് മൊഡ്യൂളിലേക്കും പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലേഴ്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയാനുള്ളത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലേഴ്സിന് ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. അതിനുശേഷമുള്ള ഫസ്റ്റ് ഇതാണ് ലെക്സിക്കൽ അനാലിസിസ്. ഇതാണ് കമ്പൈലർ ഡിസൈനിന്റെ ഫേസസ് ഓഫ് കമ്പൈലർ എന്നാണ് ഇവിടെ ഫേസസ് ഓഫ് കമ്പൈലർ എന്നുണ്ടാ. ഇതിലുള്ള ഫസ്റ്റ് ഫേസ് ആണ് ലെക്സിക്കൽ അനാലിസിസ്. രണ്ടാമത്തെ ഫേസ് ആണ് സിൻടാക്സ് അനാലിസിസ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഓരോ ഫേസസ് ആണ് നിങ്ങൾക്ക് മൊഡ്യൂളിൽ കംപ്ലീറ്റ് പഠിക്കാനുള്ളത്. സിൻടാക്സ് അനാലിസിസ് കഴിഞ്ഞിട്ട് സിൻടാക്സ് അനാലിസിസ്, പിന്നെ അടുത്ത് സെമാന്റിക് അനാലിസിസ് വരും. സെമാന്റിക് അനാലിസിസിൽ വരുന്ന ഫേസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പാർസിങ്, സിൻടാക്സ് ഡയറക്ടറി ട്രാൻസ്ലേഷൻ, ടൈപ്പ് ചെക്കിങ്, അതൊക്കെ. പിന്നെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ഫൈനൽ കോഡ് ഒപ്റ്റിമൈസേഷൻ. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഒരു ഫേസ് ആണ്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ, ഫൈനൽ കോഡ് ജനറേഷൻ. ഇത്രയും ഫേസസ് ആണ് ആക്ച്വലി കമ്പൈലേഴ്സിനുള്ള. അതിൽ ഓരോ ഫേസസ് ആണ് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എപ്പോഴും ചോദിക്കുന്നത്, ഈ ഒരു പോർഷനിൽ എപ്പോഴും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നത് ബേസിക്സ് ഓഫ് കമ്പൈലർ, ഫേസസ്, ഹൗ യു ക്യാൻ അനലൈസ് എ സോഴ്സ് പ്രോഗ്രാം, then difference between compiler and interpreter. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതാണ് അഹോ ആൻഡ് രവി സേതി ആൻഡ് ഉൾമാന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങളുടെ എന്താ പറയാ സിലബസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ സിലബസിൽ കംപ്ലീറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ മതി. പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഇൻ കമ്പൈലേഴ്സ്. ക്ലിയർ അല്ലേ? അറ്റൻഡൻസ് പറഞ്ഞേ, എല്ലാവരും പ്രസന്റ് ആണോ?
സെക്കൻഡ് ഞാൻ നിങ്ങളെ റോൾ ലിസ്റ്റ് വെച്ചിട്ട് നെയിം കോൾ ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ പോരെ? ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. റോൾ നമ്പർ വൈസ് തന്നെ ഇടും, അങ്ങനെ ആകുമ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകാശ് രാജീവ്, ഓക്കെ. അഭിനവ്, ആദർശ് വി ഇല്ല. ദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അഞ്ജലി, അഞ്ജിത, അനുഗ്രഹ്, അത്തിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ്, നഫ, നേഹ, നിതിൻ, പ്രണവ് സി, റൈസ, റസാന, റിസ്വിൻ, സഹലയൻ, ഓക്കെ. സംഗീത്, സാരംഗ്, ശ്രദ്ധ, വിഷ്ണു, വിഷ്ണുല്ല, ഓക്കെ. വിഷ്ണുല്ല. വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ, ഓക്കെ. അപ്പൊ 2 പേര് ആബ്സെന്റ് അല്ലേ? വിഷ്ണു, അഭിനവ് ആബ്സെന്റ് അല്ലേ? അഭിനവ് അല്ലേ പറഞ്ഞത്? അഭിനവ് ഉണ്ടല്ലേ? ആദർശ് അല്ലേ? ആദർശ് ഉണ്ടല്ലേ? ആദർശ്, ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ എല്ലാ